ശ്രീ എം നൌഷാദ്, മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഞാൻ ഒന്ന് വായിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത അധിക്ഷേപ വാക്കുകളാണ് സ്പീക്കറെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പരസ്പര ബഹുമാനം നിലനിർത്തണം, നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ പരസ്പര ബഹുമാനം എന്നത് ഈ സ്പീക്കറും അംഗങ്ങളും തമ്മിൽ മാത്രം ഉണ്ടാകേണ്ടതാണോ? ഭരണകക്ഷി തലവനും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൂടി ഉണ്ടാകേണ്ടതല്ലേ? അതെവിടെയാണ് ലംഘിക്കപ്പെട്ടത്? ലംഘിക്കപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ നിന്നാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗം നിങ്ങളതിലുണ്ടല്ലോ, അത് സ്പീക്കറെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുക. രണ്ടാമത് പക്ഷേ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഗോപീഷിനോട് ഉൾപ്പെടെ ചോദിക്കാനുള്ളതേ, സഭയ്ക്കകത്ത് ഇതേ പ്രതിപക്ഷ നേതാവിനെതിരെ ഇപ്പോൾ സകല ചാനലുകാരും പിറകെ നടക്കുന്ന, ഇപ്പം 2 ദിവസം കൊണ്ട് കാണുന്നില്ല, ശ്രീ അൻവർ, അദ്ദേഹം 150 കോടി രൂപയുടെ അഴിമതി ആരോപണം സഭയ്ക്കകത്ത് ഉന്നയിച്ചു. പക്ഷെ ഇത്രയും ദിവസം അൻവറിനോട് ചർച്ച നടത്തിയ ലൈവ് കൊടുത്തവരോട് ലൈവ് കൊടുത്ത ഞാൻ പറഞ്ഞോട്ട് അല്ല ആ അദ്ദേഹത്തിനോട് അൻവറിനോട് ഒരു ചാനലുകാരും ചാനലുകാർ എത്ര ആയിക്കോട്ടെ, അത് ആ ചാനലുകാർ ഒരാളെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ താങ്കൾ ആ പറഞ്ഞത് ശരിയായിരുന്നോ അല്ലെങ്കിൽ തെറ്റായിരുന്നോ, തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും തയ്യാറായില്ല. അത് ഇപ്പൊ സന്ദർഭത്തിൽ സഭയ്ക്കകത്ത് പിന്നെ പുനർജനി കേസ് വിവാദം കിടപ്പുണ്ട്. ഇതെല്ലാം ഉള്ള വി.ഡി. സതീശൻ, ഞാൻ ചോദിച്ച മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരനാവല്ലേ എന്നാണ് ഡെയിലി പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആകുമെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടോ? അതാണ് ഞാൻ സാങ്കേതികമായി ചോദിക്കുകയാണ്. പിണറായി വിജയനെതിരെ എന്ന് തുടങ്ങിയതാണ് ഞാൻ ചോദിച്ച, നിങ്ങൾ എവിടെ കമല ഇന്റർനാഷണൽ? താങ്കൾ ചോദിച്ചല്ലോ, എവിടെ കണ്ടുപിടിച്ചോ? ഇന്ന് വരെ എത്ര പതിറ്റാണ്ടായി? ലാവലിംഗ് കേസ് അത് എത്രയും പെട്ടെന്ന് കേൾക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തതാരാ? സഖാവ് പിണറായി വിജയൻ. അത് ആ കേസ് വിധി പറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പറയാൻ കഴിയില്ല. കാരണം അത് CBI കോടതിയും വിജിലൻസ് കോടതിയും എല്ലാം തള്ളിയ കേസാണ്. അത് കൊണ്ടുപോയി വീണ്ടും അപ്പീൽ കൊടുത്ത് അവിടെ ഇട്ടിട്ട് മാറ്റിവെച്ചത് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടാണോ? അങ്ങനെ വന്നിരുന്ന് കള്ളം പറയില്ല. വക്കീലല്ലേ സണ്ണി ജോസഫ് സാറ്? താങ്കളൊരു അഡ്വക്കേറ്റ് അല്ലേ? അവിടെ നിരവധി തവണ ഇത് കേൾക്കണമെന്ന് പറഞ്ഞു. പിന്നെ വല്ലവരുടെയും വീട് കാണിച്ച്, ഒരു ഗൾഫുകാരൻ്റെ വീട് കാണിച്ച്, അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പോലും അല്ല, ഇല്ലേ? മുഖ്യമന്ത്രി പോലും അല്ലാത്ത പിണറായി വിജയനെ നിങ്ങൾ അതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് എത്ര കാലമായി തുടങ്ങിയിട്ട്, ആ വീട് കാണിച്ചിട്ട്, ഒരു ആഡംബര വീട് അല്ലേ, അത് കാണിച്ചിട്ട് ഇത് പിണറായി വിജയന്റെ വീടാണെന്ന് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടില്ലേ? എന്താണ് ആ തരത്തിൽ പിണറായി വിജയനെ വ്യക്തിഹത്യ ചെയ്യുക? മാത്യു കുഴൽനാടൻ കേസുമായി പോയല്ലോ, എന്നിട്ട് എന്തായി? ആ കോടതി എന്താ ചോദിച്ചത് സണ്ണി ജോസഫ് സാറേ? ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഈ കേരള സമൂഹത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് സമയത്ത് നിങ്ങൾ എന്തൊക്കെയാ പ്രചരിപ്പിച്ചത്? ഖുറാനി സ്വർണം, ഈന്തപ്പഴത്തി സ്വർണം. ദാണ്ട് അന്ന് ചാനലുകൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തതെന്താ? ഏതാനും നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെയൊക്കെ വസതിയിലേക്ക് എത്തിച്ചേരും, ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടും എന്നല്ലേ പ്രചരിപ്പിച്ചത്. പക്ഷേ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പിണറായി പറയുന്നത് പോലെ തന്നെ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. വ്യക്തിപരമായി ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരഴിമതി ആക്ഷേപം ആർക്കും ഉന്നയിക്കാമല്ലോ, ആർക്കും അത് ഉന്നയിക്കാം, പറയാം. അതിന്റെ വസ്തുതകൾ എന്താണ്? ശരി, ശ്രീ എം നൌഷാദ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതൊക്കെ പറഞ്ഞ താങ്കൾ വളരെ വളരെ ഭംഗ്യന്തരേണ അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നത് ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കും ഒക്കെ എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിന്മേലുള്ള അന്വേഷണങ്ങൾ മരവിപ്പിക്കുക എന്ന ഒരു രാഷ്ട്രീയ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ ഒരു സീറ്റ് BJPക്ക് കൊടുത്തു എന്നുമൊക്കെയുള്ള വിവാദം ഇതിന്റെ ഭാഗമായി ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്ന കാര്യം താങ്കൾ പറഞ്ഞില്ല. അല്ല ഗോപീഷ്ണ, തിരിച്ചതിന് മറുപടി തൃശ്ശൂര് നിങ്ങൾ എന്താണ് ഈ നമ്മൾ പറയില്ല, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലും എന്നൊരു ചൊല്ലുണ്ട്.
അവിടെ കഴിഞ്ഞ 19 തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടിയതാർക്ക്? വോട്ട് കൂടിയത് LDF-ന്, 80,000 വോട്ട് കുറഞ്ഞത് UDF-ന്. മുരളീധരൻ അതിൻ്റെ പേരിൽ പൊട്ടിത്തെറിച്ചു. അവർ അന്വേഷണ കമ്മീഷനെ വെച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചു. അവിടെ വോട്ട് കുറഞ്ഞത് UDF-ന്, വോട്ട് കൂടിയത് LDF-നേക്കാൾ വോട്ട് BJP-ക്ക് കൂടി. നഷ്ടപ്പെട്ടത് കോൺഗ്രസിന്. എന്ത് നാടകീയമാ? ആരാണ് അതിന്റെ പിന്നിൽ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മോഹനകൃഷ്ണന്റെ പഴയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയി എന്ന കണക്ക് കറക്റ്റാണ്. ഞാൻ അതിൽ തർക്കിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വൈകിയതിന്റെ കാരണങ്ങളും ഇപ്പോഴും ADGP-ക്കെതിരെ ഇതേ വിഷയത്തിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നതും അതിന്മേൽ CPI-ക്കുള്ള അതൃപ്തിയും ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ അതിന്റെ താഴെത്തട്ടിലുണ്ട്, ലേയേഴ്സ് ആയിട്ട് ഞാൻ താങ്കളോട് പറയുകയാണ്. ഈ വോട്ടിന്റെ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ടല്ല, ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ അതിന്റെ കൂടെ ഉണ്ട്. അത് താങ്കൾ മറന്നു പോകരുത്. സഖാവ് ബിനോയ് വിശ്വം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന്. ഇപ്പോഴല്ല, ആദ്യമേ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടാണ്. LDF-ന്റെ നിലപാട് അതായിരുന്നു. റിപ്പോർട്ട് കിട്ടി, നടപടി. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് മാത്രമല്ല, ഇടതുമുന്നണി യോഗം കഴിഞ്ഞ് RJD-യുടെ നേതാവ് വർഗീസ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു, RSS നേതാക്കൾ ADGP പോയി കണ്ടത് ഇടത് രാഷ്ട്രീയത്തിന് ചേർന്നതല്ല, ഞങ്ങളുടെ അഭിപ്രായവും വിയോജിപ്പും ഞങ്ങൾ ആ മുന്നണി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം CPI-യുടെ നേതാവ് ബിനോയ് വിശ്വം പുറത്തിറങ്ങി പറഞ്ഞത് ADGP ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ്. പിന്നെ റിപ്പോർട്ട് വരട്ടെ എന്ന് മുന്നണിയിൽ ഒരു ധാരണയുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കാത്തിരിക്കുന്നു എന്നാണ്. ആ ഭാഗം ഒന്നും വിട്ടുപോകരുത്. മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് എന്തേ ഗോപീഷ്ണ പറയാത്ത? മറ്റതൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രിയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകണമല്ലോ. അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? മുഖ്യമന്ത്രിയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകണ്ടേ? നിങ്ങൾ ഒരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകണ്ടേ? എന്നിട്ട് അതേ CPI പറഞ്ഞു തിങ്കളാഴ്ച, തിങ്കളാഴ്ചക്കകം നടപടി ഉണ്ടായില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ അപ്പോൾ കാണാമെന്ന നിലപാടും CPI എടുത്തു. അത് പിന്നെ പറയണ്ടേ? അപ്പോൾ തന്നെ എപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നോ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് നടന്നത്. പറയുന്നത് പോലെ ചെയ്യുന്നയാള് തന്നെയാണ് മുഖ്യമന്ത്രി. ഒരു മിനിറ്റ് ശ്രീ താങ്കൾ ഒഴിഞ്ഞു മാറരുത്. RSS നേതാക്കളുമായി ADGP അടിക്കടി കൂടിക്കാഴ്ച കണ്ടത് ഇടത് രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്ന്, അതിലൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, നടപടിയെടുക്കാൻ എന്നുമുള്ള നിലപാട് ഇടതു മുന്നണിക്കകത്ത് ഘടകകക്ഷികൾക്കുണ്ട്, RJD-ക്കുണ്ട്, CPI-ക്കുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായി താങ്കൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? ശ്രീ M. നൗഷാദ്, എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി? KPCC പ്രസിഡന്റ് ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായ നടപടി? വത്സൻ തില്ലങ്കരി കാണാൻ പോയത്, നിരാഹാരം കിടന്നപ്പോൾ കാണാൻ പോയത് സുധാകരനെ. പക്ഷേ RSS-കാർ പറയുന്നു ഞങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന്. UDF-കാർ പറയുന്നു ഞങ്ങൾ RSS ബന്ധം, അന്തർധാര. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ഗോപീഷ്ണ പൊരുത്തപ്പെടുന്ന? ഏതെങ്കിലും ഒന്ന് പറയണ്ടേ? ADGP RSS നേതാക്കളെ കണ്ടതിനാണോ അദ്ദേഹത്തിനെതിരെ നടപടി? താങ്കൾക്ക് വ്യക്തത ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ശ്രീ M. നൗഷാദ്.